السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا ما سهل إلا ما جعلته سهلا، وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ആബിദ. ഞാൻ വന്നിട്ടുള്ളത് നമ്മള് ഖുർആന് തഫ്സീർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മള് തഫ്സീർ ഒക്കെ പഠിക്കുന്നതിന്റെ മുമ്പേ നമ്മളെ ജീവിതശൈലി അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറേണ്ടതുണ്ട് അല്ലെ? ഇതിൽ പലരും ഖുർആന് പഠിച്ചവരാവും. ഒരുപാട് പേര് ഖുർആന്, ഈ കേൾക്കുന്നവരിൽ ഒരുപാട് പേര് ഖുർആന് ഓൾറെഡി ജീവിതത്തിൽ പകർത്തുന്നവരാവും. അതല്ലാതെ തുടക്കക്കാരും ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഖുർആന്റെ ജീവിതം ജീവിക്കണമെന്ന് കരുതുന്നവരുണ്ടാവും. അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് നമുക്ക് എങ്ങനെ നമ്മളെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് ഖുർആനിലേക്ക് മാറ്റണം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്തിന് നമ്മൾ തഫ്സീർ പഠിക്കണം എന്നുള്ളതാണ്. അതിന് മുമ്പ് പറയട്ടെ, ഞങ്ങള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം. മാസം 300 രൂപയാണ് ഫീസ്. സ്ത്രീകൾക്ക് മാത്രമാണ്. ചേരാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്താൽ ഞാൻ വാട്സപ്പ് ലിങ്ക് അയച്ചുതരാം. ഓക്കെ. അപ്പം ഇന്ന് ആദ്യമായിട്ട് പഠിക്കുന്ന എന്തിന് തഫ്സീർ പഠിക്കണം, അല്ല എന്തിന് തഫ്സീർ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എങ്ങനെ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് മനസ്സിലാവുക അല്ലെ? അർത്ഥം മനസ്സിലാക്കാതെ ഖുർആന് ഓതുക എന്ന് പറയുന്നത് അതൊരു വായന മാത്രമായിരിക്കും. അക്ഷരങ്ങൾ വായിക്കുന്നതിനും ഖുർആനിൽ നോക്കുന്നതിനും ഖുർആൻ കേൾക്കുന്നതും വരെ പ്രതിഫലമാണ്. അപ്പം ആ ഒരു വായന പ്രതിഫലം ഇല്ല എന്നൊന്നും ഇല്ല. പക്ഷെങ്കില് അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഖുർആന് നമ്മളെ ജീവിതത്തിൽ മാർഗദർശനാവും അല്ലെ? ഖുർആൻ എന്താണോ പറഞ്ഞത് അതുപോലെ ഖുർആൻ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ അതിന് നമ്മൾ ഖുർആന് അർത്ഥവും തഫ്സീറും ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതില് ഓരോ ആയത്തും നമ്മളെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരുന്നുണ്ട്. ഇപ്പൊ ഭയം, പേടി എങ്ങനെ തരണം ചെയ്യാം, ദുഃഖം എങ്ങനെ ശാന്തമാക്കാം, കോപം എങ്ങനെ നിയന്ത്രിക്കാം, ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ സ്മൂത്താക്കി കൊണ്ടുപോകാം, എങ്ങനെ ശരിയാക്കാം, റിസ്ക് എങ്ങനെയാണ് എത്തുന്നത്, ഇതെല്ലാം തഫ്സീറിലുണ്ട്. തഫ്സീർ ഇല്ലെങ്കിൽ നമുക്ക് ആയത്ത് ശരിയായി ഉപയോഗിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഉസ്താദുമാര് പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരും. ഖുർആന് മുഴുവനും തഫ്സീർ മനസ്സിലാക്കാന്ന് വെച്ചാൽ അത് വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. കൂടാതെ നമുക്ക് തഫ്സീർ നമ്മളെ ജീവിതത്തിൽ പകർത്താനും പറ്റും. അപ്പം അള്ളാഹു ആരെയും അവന് സഹിക്കാനാവാത്തത് കൂടുതൽ പരീക്ഷിക്കൂല എന്നാണ്. ഈ ആയത്ത് എപ്പോഴാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം, എപ്പോഴാണ് പറയേണ്ടത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതൊക്കെ തഫ്സീറിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഇബാദത്ത്, നമ്മളെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അതുപോലെ ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ നമുക്ക് തഫ്സീർ പഠിക്കുന്നതോടുകൂടി കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെന്ന് ഖുശൂവോടുകൂടി ചെയ്യാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമ്മള് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിനോടുള്ള കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ്. അള്ളാഹുവായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായാലല്ലേ നമുക്ക് ആ സംഭാഷണം അത്രയും രുചികരമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറയാൻ കഴിയുള്ളൂ. അള്ളാഹു അതിന് മറുപടി നൽകുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല എന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മള് നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ആയത്തും എന്താണെന്ന് മനസ്സിലാവുമ്പോൾ, അതുപോലെ ഓരോ ദുആകളും എന്താണെന്ന് മനസ്സിലാവുമ്പോൾ, നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത് ഒരു ശീല അല്ല ശീലമായിട്ടല്ല മാറുക. അത് നമ്മളെ ഹൃദയവും അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് മാറും.
സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞതും അതന്നെയല്ലേ. നമുക്ക് വിഷമം വരുമ്പം നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാനാ പറഞ്ഞത്. പക്ഷെ നമ്മൾ നിസ്കാരം കൊണ്ട് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമല്ല. അപ്പം നമുക്ക് നിസ്കാരത്തിലും എല്ലാ ഇബാദത്തിലും ഖുശൂവോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തഫ്സീർ പഠിക്കുന്നത് ഒരുപാട് ഉപകാരപ്രദമാവും. നമ്മളെ മൈൻഡ് തന്നെ മാറും, നമ്മളെ മനസ്സ് തന്നെ മാറും. നമ്മളെ തഫ്സീർ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത്. നമ്മളെ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് കുറയും. നമ്മളെ പ്രയാസത്തിലൊക്കെ നമുക്ക് സമാധാനം കിട്ടും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടും, മനസ്സിലാവും. അതുപോലെ നമ്മളെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറച്ചും കൂടി ശക്താവും. നമ്മൾ പലപ്പോഴും ഇൻസിന് അല്ലെങ്കിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഈമാനിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ലേ. അവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ പെടൂലല്ലോ, അത് മോശല്ലേ, അല്ലെ. ഈ മോശം എന്നുള്ള വാക്കൊക്കെയും നമ്മള് ഈ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദീനിൽ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ നമ്മൾ തഫ്സീർ പഠിച്ചു തുടങ്ങുന്നതോട് കൂടി നമ്മൾക്ക് അതിൽ നിന്ന് മാറ്റം വരും. തഫ്സീർ പഠിക്കുക, അതുപോലെ ചരിത്രങ്ങൾ പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, സഹാബാക്കളെ ചരിത്രം പഠിക്കുക, ഇതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മളെ മൈൻഡ് തന്നെ റീവയർ ആയി മാറും. വെച്ചാല് നമ്മൾ വീണ്ടും പുതുക്കി പണിയും. അതുപോലെ നമ്മളെ ഹൃദയം അള്ളാഹുലേക്ക് കൂടുതൽ തവക്കൽ ചെയ്യും. ഇതുവരെ അവന് വന്നാലേ റെഡി ആയിരുന്നു, അല്ലെങ്കിൽ അവനില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം, ഓ അവര് പോയാൽ ഭയങ്കര പേടിയാണ്, ഇതൊക്കെ ഒഴിവാക്കി ആരില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അള്ളാ ഉണ്ട്, അള്ളാ വിചാരിച്ചത് നടക്കും, അള്ളാഹിനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല, തവക്കൽത്തു അലല്ലാ, എന്ത് കാര്യത്തിന് തവക്കൽത്തു അലല്ലാ. ഇത് നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ കുറയും, ബേജാറ് കുറയും, ഹൃദയം സോഫ്റ്റ് ആവാൻ തുടങ്ങും. നമ്മളെ ഹൃദയം ഇങ്ങനെ വെളിച്ചം നിറഞ്ഞ ഹൃദയമാക്കി മാറ്റാൻ പറ്റും ഇൻഷാ അള്ളാ. നമുക്ക് അതിലൂടെ ആ വെളിച്ചം നിറഞ്ഞ ഹൃദയമായി മാറുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ അതിലൂടെ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. വരുന്ന ക്ലാസ്സുകളിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാ അള്ളാ. ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അതെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ കാണലും അള്ളാഹുലേക്ക് അടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിൽ കണ്ട് സലാം പറയലെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഒരു ഭാഗമാണ്. ഇൻഷാ അള്ളാ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ ഉള്ളത് നമ്മുടെ സ്വഭാവം മാറി തുടങ്ങും. ഈ ഖുർആൻ പഠിക്കുമ്പോഴേ നമ്മൾ പല ആയത്തുകളും കാണും. ഒരുപാട് ആയത്തുകള് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് അവര് ചിന്തിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഇത് അവര് ചെയ്തിരുന്നുണ്ട് ഇങ്ങനെ എന്ന് തോന്നും. പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ മാറണം, അല്ലെ. നമ്മളെയാണ് മാറ്റേണ്ടത്, മറ്റുള്ളവരല്ല. അവര് നമ്മളെ കണ്ടിട്ട് മാറിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് ശേഷം അവരിലേക്ക് എത്തിക്കുക. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളാണ് മാറേണ്ടത്, നമ്മളെ സ്വഭാവമാണ് മാറേണ്ടത്. നമ്മൾ ഓരോരുത്തരും സ്വഭാവത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും, പെരുമാറ്റം സ്വഭാവം രണ്ടും രണ്ടാട്ടോ. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ ചിരിച്ചു സംസാരിച്ചു പോയി, അതാണ് പെരുമാറ്റം. സ്വഭാവം എന്ന് പറഞ്ഞാല് അയാളുടെ ഉള്ളിൽ ആരും ഇല്ലാത്ത സമയത്തും അവരെങ്ങനെയാണോ, ആ ഒരാളെ എങ്ങനെയാണോ, അതാണ് അവരുടെ സ്വഭാവം. നമ്മളെ അല്ലെങ്കിൽ നല്ല പെരുമാറ്റമുള്ള ഒരാൾ വീട്ടിലെത്തിയാല് നല്ല ദേഷ്യം പിടിക്കുന്ന ആളാണ് വെച്ചാല് അതാണ് സ്വഭാവം, അവരുടെ സ്വഭാവം. അവര് സേഫ് ആയിട്ടുള്ളടത്ത് കംഫർട്ട് സോണിൽ എത്തുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തഫ്സീർ പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന്, നമുക്ക് ക്ഷമ രണ്ട് വിധമുണ്ട്, സബറും പേഷ്യൻസും. നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. അതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, കാരുണ്യം. അതുപോലെ നമ്മളെ ദേഷ്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും, ദേഷ്യങ്ങൾ ഇല്ലാതായി മാറും. അൽഹംദുലില്ലാ, ഞാനൊക്കെ ഇപ്പൊ അത് അനുഭവിച്ച് തുടങ്ങി. ഒരുപാട്
ദേഷ്യം കൊണ്ടൊക്കെ കഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ നമുക്ക് ഫോർഗീവ്നെസ് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയും. അത് വലിയ കാര്യങ്ങളും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയും, ചെറിയ കാര്യങ്ങളും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയും. അതിനൊക്കെ നമുക്ക് ഈ തഫ്സീർ പഠനം ഒരു വലിയ മാറ്റം നമ്മളെ സ്വഭാവത്തിലും കൊണ്ടുവരും. ഒരു നല്ല മനുഷ്യനാക്കുക, നമ്മളെ സ്വയം നമ്മളൊരു നല്ല മനുഷ്യത്തെയാവുക, ഒരു മുസ്ലിമയായി മാറുക. അതാണ് ഈ തഫ്സീർ പഠനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. നമ്മൾ ഫോർഗീവ്നെസ് അഥവാ പൊരുത്തപ്പെടുക എന്ന് വെച്ചാല് നമ്മള് വലിയ വലിയ ആളുകളോട് പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വലിയ തെറ്റുകൾ പൊരുത്തപ്പെടുന്നത് മാത്രമല്ല. ഇപ്പൊ ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ക്ലാസ് വീണ് പൊട്ടി, അത് നമ്മളെ വീട്ടിലുള്ള കുട്ടിയാണെങ്കിൽ നമ്മളപ്പ ശകാരിക്കും അല്ലെ, ചീത്ത പറയും. പക്ഷെ അത് ആ സാരല്ല മോനെ, അത് കയ്യിൽ നിന്ന് അറിയാതെ വീണല്ലേ, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, അത് സാരല്ല. കാരണം ഒരു കുഞ്ഞും അറിഞ്ഞുകൊണ്ട് പൊട്ടിക്കൂല. അല്ലെങ്കിൽ പിന്നെ അവന് അത്രയും ദേഷ്യമുള്ള സമയത്തേക്കും ആ ദേഷ്യം കണ്ടുപിടിച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് അവിടെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് കാട്ടി കൊടുക്കുമ്പോൾ കുട്ടി പഠിക്കും. ഇവിടെ ദേഷ്യപ്പെടില്ല, ക്ഷമിക്കുക വേണ്ടിയത്, ക്ഷമയാണ് വേണ്ടത്, ഈ രീതിയിലാണ് ഞാൻ പെരുമാറേണ്ടതെന്ന് കുട്ടി കണ്ടുപിടിക്കും. നമ്മൾ ഒന്ന് ചെയ്യും മക്കളോട്, മക്കള് കാണുന്നത് ഒന്നും പറയുന്നതൊന്നും ആയിരിക്കും. നമ്മൾ പറയും അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല, എന്നിട്ട് നമ്മൾ അതിലേറെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ സ്വാഭാവികമായിട്ടും മാറും. അതുപോലെ തന്നെ നമ്മളെ കാഴ്ചപ്പാട് മാറും, അവരെ പറ്റിയൊക്കെ ഉള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആദ്യമൊക്കെ അവരങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കരുതുന്നത് നമ്മുടെ കണ്ണുകളെ നമ്മൾ മാറ്റും, നമ്മളെ നോട്ടത്തെ നമ്മൾ മാറ്റും. നമ്മൾ നമ്മളെ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ് ഉള്ളതായിട്ട് നമ്മൾ കാണും. സുബ്ഹാനല്ലാഹ്. ഇതിനെല്ലാം തഫ്സീർ ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ വിഷൻ മാറും, നമ്മുടെ ലക്ഷ്യം. മുൻപൊക്കെ എന്റെ ജീവിതം എന്തിനാണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. വീടെടുക്കാനാണ്, കുട്ടികളെ വളർത്താനാണ്, പൈസ ഉണ്ടാക്കാനാണ്, ഉമ്മാനെയും വാപ്പാനെയും സഹായിക്കാനാണ് അല്ലെ, മക്കളെ പഠിപ്പിക്കാനാണ്. ഇതൊക്കെയാണ് നമ്മളെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഇറക്കിയിട്ടുള്ള എന്തിനാ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്ത് നന്മ സ്വീകരിച്ച് നന്മ ഒരുപാട് ഉണ്ടാക്കിയിട്ട് അള്ളാഹ്ക്ക് നമുക്ക് സമ്മാനം തരാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. എന്താ സമ്മാനം? സ്വർഗം. ആ സ്വർഗത്തേക്കുള്ള വഴി, ആ മാപ്പ് എവിടെയാണ്? ഖുർആനില്. അപ്പൊ ആ ഖുർആൻ മാപ്പ് കാണണ്ടേ, അതിനാണ് നമ്മള് തഫ്സീർ പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ജീവിത ലക്ഷ്യം മനസ്സിലായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുക, അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലായി. അതിനുള്ള ഓരോ വഴികളാണ് കുടുംബം നോക്കലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും നന്മകൾ ചെയ്യലും എല്ലാം. അപ്പം നമ്മൾ തഫ്സീർ പഠിച്ചാൽ നമ്മളെ ലക്ഷ്യം എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ കഴിയും. എന്റെ ലക്ഷ്യം ജന്നത്താണ്, എന്റെ ലക്ഷ്യം അള്ളാഹു ആണ്. റാബിയത്തുൽ അറബിയ എന്ന് പറയും, റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബ സ്ത്രീ ആണോ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടീന്റെ പേരക്കുട്ടിയാണ് റാബിയത്തുൽ അദവിയ. അല്ല, റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന ഒരു സൂഫി സ്ത്രീ ഉണ്ടായിരുന്നു. സ്വഹാബ സ്ത്രീ അല്ല, പക്ഷെങ്കിൽ അത്രയും അള്ളാഹുവിനോട് അടുത്ത ഒരു സ്ത്രീ ആയിരുന്നു. അവര് ദുആ ചെയ്തിരുന്നത്, അള്ളാഹുവേ, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്നും മോചനം കിട്ടാനാണെങ്കിൽ എന്നെ നരകത്തിലേക്ക് അയക്കണേ, സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ എന്നെ എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ. ഞാൻ നിന്നെ ആഗ്രഹിച്ചിട്ടാണ്, നിന്നോടുള്ള സ്നേഹം ആഗ്രഹിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നീ പ്രതിഫലമായിട്ട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്തിരുന്നു റാബിയത്തുൽ അദവിയ. ഒരുപാട് കറാമത്തുകളും മറ്റുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു.
നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അവരെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് ഇൻഷാ അള്ളാ. അപ്പം നമ്മളെ ലക്ഷ്യം അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിനെ സ്നേഹിക്കുക, ആ വഴി കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അതുവഴി ജന്നത്ത് നേടുക. ഇതൊക്കെയാണ് നമ്മളെ ലക്ഷ്യം. ജന്നത്ത് നേടിയാലും ജന്നത്തിലുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളവർക്ക് ഉള്ള ലക്ഷ്യം എന്താവും? അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അതോടുകൂടി നമ്മളെ മനസ്സ് നിറയും. പിന്നെ ഒരു ആഗ്രഹങ്ങളും ഉണ്ടാകാന്ന് പറയും. ആണല്ലോ. അപ്പൊ ജന്നത്തിലേക്കുള്ള വഴിയാണ് ഖുർആന് അല്ലെ? വഴി മനസ്സിലാവണ്ടേ? റൂട്ട് മാപ്പ് വേണ്ടേ? സ്വർഗത്തിലേക്ക് പോവാൻ ആ റൂട്ട് മാപ്പാണ് ഖുർആന്. നമ്മളെ നമ്മളെ മിഷൻ എന്താ? ലക്ഷ്യം, നമ്മള് ചെയ്യേണ്ട കാര്യം എന്താണ്? ദൗത്യം അള്ളാഹുവിനോട് അടുക്കുക. അള്ളാഹുവിനോട് അത്രയും അടുത്താലാണ് ജന്നത്ത് കിട്ടുക. അപ്പം അതിനുള്ള വഴിയാണ് ഖുർആൻ. ആ വഴിക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇൻഷാ അള്ളാ. നിങ്ങൾക്കും എനിക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെ റോൾ എന്താണ് ഈ ഭൂമിയില്? നല്ലൊരു മുസ്ലിം സ്ത്രീ ആവുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം ക്ലിയർ ആയി അല്ലെ? ഇനിയുള്ളത് നമ്മളെ ബന്ധങ്ങൾ ശരിയാവും എന്നുള്ളതാണ്. ഈ തഫ്സീർ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ശരിയാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കോപം കുറയുന്നു, ദേഷ്യം കുറയും, ക്ഷമ കൂടും, ക്ഷമിക്കാനുള്ള മനസ്സാക്ഷി വരും, കുടുംബത്തോടുള്ള സ്നേഹം, റഹ്മത്ത്, ഇതൊക്കെ വർദ്ധിക്കും. എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും, എല്ലാരോടുള്ള കാരുണ്യം വർദ്ധിക്കും. നമ്മുടെ വീട് ഇതൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട് സ്വന്തമായിട്ട് തന്നെ എല്ലാ മുറിവുകളും ഉണങ്ങി നമ്മളെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ശരിയല്ലേ? അതുപോലെ ഖുർആൻ എന്ന് പറഞ്ഞ ബർക്കത്താണ്. തഫ്സീർ മനസ്സിലാക്കുമ്പോൾ നമ്മളെ അമല് പ്രവൃത്തി ശരിയാവും. അപ്പോൾ നമ്മൾക്ക് ബർക്കത്ത്, എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് വർദ്ധിക്കും. ഖുർആൻ എന്ന് പറഞ്ഞാല് ബർക്കത്തുള്ള ലൈഫ് സ്റ്റൈലാണ്. ഖുർആൻ മുഴുവനും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ആ വഴികളാണ് പറഞ്ഞു തരുന്നത്. ആണോ? ഖുർആന് തഫ്സീർ പഠിക്കുന്നത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ വായനയെ മാറ്റിയാണ്ട് നമ്മളെ ജീവിതത്തിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ, നമ്മളൊരു മാറ്റം വരുത്താനാണ്. നമ്മളെ ജീവിതത്തിൽ, നമ്മളെ സ്വഭാവത്തിൽ അല്ലെ, നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഒക്കെ മാറ്റം വരുത്താനാണ്. നമ്മള് പോകുന്ന വഴിയിലൊക്കെ പൂക്കൾ വിതറിക്കൊണ്ട് പോകുമ്പോ അവിടെ മുള്ളുകൾ ഉണ്ടാവാൻ പ്രയാസമല്ലേ? അല്ലെ? മറ്റുള്ളവര് നമ്മളെ വഴിയെ ഈ പൂക്കൾ വിതറിയ വഴിയെ വരും. അപ്പം നമ്മൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചുറ്റുവട്ടം സ്വാഭാവികമായിട്ട് മാറും. ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള ആഫിയത്തും അനുഗ്രഹവും തരട്ടെ. ആമീൻ. പിന്നെ നമ്മൾ തഫ്സീറോട് കൂടി ഖുർആന് തഫ്സീർ മനസ്സിലാക്കിയിട്ട് ഓതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രതിഫലം ഇരട്ടിയാക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെച്ചാൽ ഒരു ആയത്തിന്റെ തഫ്സീർ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട്, ഇന്നല്ലാഹു മഅനാ. ഇതിന്റെ അർത്ഥം നീ ഒറ്റയ്ക്കല്ല, തീർച്ചയായും അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഏത് പ്രശ്നം വരുമ്പോഴും ഈ ഒരു ആയത്ത് ഓർത്താൽ മതി. ഇന്നല്ലാഹു മഅനാ, തീർച്ചയായും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ വിഷമിക്കുന്ന സമയത്ത്, ഒറ്റപ്പെടുന്ന സമയത്ത്, പേടിക്കുന്ന സമയത്ത്, ബേജാറാവുന്ന സമയത്തൊക്കെ ഇന്നല്ലാഹു മഅനാ, അള്ളാഹു ഉണ്ട് എന്റെ കൂടെ. അല്ലെങ്കിൽ മോന് പോയി, അല്ലോ മോനെ എത്തൂലേ, മഴ പെയ്തു, ഇടി വെട്ടുന്നുണ്ട്, എന്തുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എന്ത് ചെയ്യും? അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും. നമ്മളെ കൊണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലും സാധിക്കൊന്നുമില്ല. അപ്പം അതിനു പകരം ഇന്നല്ലാഹു മഅനാ, തീർച്ചയായും അള്ളാഹു കൂടെ ഉണ്ട്, അവന്റെ കൂടെ ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽനാ. അതുപോലെ തവക്കൽതു അലല്ലാഹ്, അല്ലെ? അള്ളാഹ്ക്ക് ഭാരം ഏൽപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾക്ക് ഓരോ ആയത്തിനും നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും.
അതുപോലെ നമ്മളെ പേടി ഒക്കെ മാറും. നമ്മളെ സ്വഭാവത്തില് ക്ഷമ വരും. ഈ ഇന്നല്ലാഹ മഅന എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുമ്പോ തന്നെ, അള്ളാന്റെ കൂടെ എന്ന് ഓർമ്മിക്കുമ്പോ തന്നെ നമുക്ക് ടെൻഷൻ കുറയും. ടെൻഷൻ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. ദേഷ്യം കുറയും. നമ്മളെ ഹൃദയമൊക്കെ കാമാവും. നമ്മള് അള്ളാഹുവില് തവക്കൽ ചെയ്യും. ഹൃദയമൊക്കെ സമാധാനിക്കും. അള്ളാഹുവില് തവക്കൽ ചെയ്യും. ഹൃദയം സമാധാനിക്കുമ്പോ നമ്മളെ ഹോർമോൺസ് ഒന്നും, ചീത്ത ഹോർമോൺസ് ഒന്നും ഉത്പാദിപ്പിക്കൂല. നല്ല ഹോർമോൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ആരോഗ്യം കൂടും. ഇങ്ങനെ ഖുർആന്റെ തഫ്സീർ അറിയുന്നതോടെ നമുക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളെ ആരോഗ്യം വർദ്ധിക്കാൻ കാരണമാവും. ഇത് തഫ്സീർ പഠനത്തിന്റെ ഈ ഒരു കോഴ്സ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് ഇനിയും എത്ര പറഞ്ഞാലും തീരൂല. ഇൻഷാ അള്ളാ ഇനി ഒരു ക്ലാസ്സും കൂടി ഈ ഖുർആൻ എന്തിനു പഠിക്കണം, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളതിൽ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും ഇൻഷാ അള്ളാ. കാരണം നമ്മളെ മൈൻഡ് സെറ്റ് അത്രയും മാറ്റിയതിന് ശേഷമാണ് തഫ്സീർ പഠനം തുടങ്ങുന്നത്. അപ്പം എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, അതുപോലെ പഠിക്കാൻ ശ്രമിക്കുക, ഈ ഖുർആന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും ഈ സമയം, ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സമയം അള്ളാഹു പ്രതിഫലമുള്ള സമയമാക്കി മാറ്റട്ടെ. ഒന്നും കൂടി പറയാണ്, ഞങ്ങളെ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവര്, അതില് ഹിഫ്ള് ഉണ്ട്, തജ്വീദ് ഉണ്ട്, തഫ്സീർ ഉണ്ട്, തർജമ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകള് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ സൊല്യൂഷൻസും, മൈൻഡ് മാറ്റാനും ദേഷ്യം കുറയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങള് ഇസ്ലാമിക് സൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ചേരാൻ താല്പര്യമുള്ളവർ ചേരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ഇന്നി അഊദുക മിൻ അർളി ലാ യൻഫഉ റഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم إني أعوذ بك من أرض لا ينفع ومن قلب لا من نفسي لا تشبع ومن دعوه لا يستجاب لها. اللهم إني أسألك بحبك اسمه ولك سميته به نفسك أو أنزلته في كتابك أو علمته أحلم من خلقي أو استأثرت به في علم الغيب عندك أن القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك الهدى والتقى والعفاف والغنى. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين واستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. آمين. السلام عليكم ورحمة الله وبركاته.